Hi friends, ഇന്നത്തെ ലിറ്റ് കോഡ് പ്രോബ്ലം നമ്പർ 268 മിസ്സിംഗ് നമ്പർ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ given an array of nums containing n distinct numbers in the range of 0 to n, return the only number in the range that is missing from the array. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 0 മുതൽ n വരെയുള്ള നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു array നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3 ആണ് ഇതിൻ്റെ ലെങ്ത് അല്ലേ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദിസ് ലിസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ആ റേഞ്ച് എന്ന് പറയുന്നത് 0 to 3 ആണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് 0 to 3 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കും 0, 1, 2 മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലെങ്ത് ഓഫ് ദ അറേ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പം 0 to 2 വരെയുള്ള എല്ലാ എലമെന്റ്സ് മീൻസ് 2 കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ 2 കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അറേന്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 ആണ്. അപ്പം 0 to 9 വരെയുള്ള എല്ലാം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 8 മിസ്സിംഗ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് 8 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 രീതിയിൽ ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ആക്കാൻ നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കും, പിന്നെ അതിനെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുന്നുണ്ട്. അപ്പം 3 വേസ് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തെ വേ എന്ന് പറഞ്ഞാൽ സെറ്റ് വെച്ചിട്ടാണ്. ബട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും ഒക്കെ ഓർഡർ ഓഫ് n ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആക്കാന്ന് വെച്ചാൽ മീൻസ് നമുക്ക് അതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 നമുക്ക് ശരിയാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ 2 മെത്തേഡ് കൂടെ ചെയ്യുന്നുണ്ട്, സം മെത്തേഡും എക്സോർ മെത്തേഡും. ഓക്കെ, അപ്പോൾ ഈ 3 മെത്തേഡ്സും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ നോക്കുന്നത് n കണ്ടുപിടിക്കുക. ഓക്കെ, n മീൻസ് ലെങ്ത് ഓഫ് ദ അറേ. n എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കേസിൽ n എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ സെറ്റ് ക്രിയേറ്റ് ചെയ്യും വിത്ത് ഓൾ നമ്പേഴ്സ് ഫ്രം 0 to n. അപ്പോൾ നമ്മളൊരു ന്യൂ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മീൻസ് അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പുതിയൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം 0 ആൻഡ് എൻഡിങ് ടിൽ n, അതായത് n കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കും 0, 1, 2, 3 ആണ് നമ്മുടെ പുതിയ സെറ്റ് അല്ലേ. ഇത് നമ്മുടെ ന്യൂ സെറ്റ് ആണ്. ഇത് സെറ്റ് ആണ് കേട്ടോ, ലിസ്റ്റ് അല്ല. ഞാൻ എഴുതിയതൊന്ന് മാറിപ്പോയതാണേ. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സെറ്റിൽ നിന്ന് നമ്മുടെ ഇൻപുട്ട് ലിസ്റ്റ് ഉണ്ടല്ലോ അതിനെയും സെറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ 0, 1, 2 ഇതാണ് നമ്മളിപ്പോൾ ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ നിന്ന് മൈനസ് ചെയ്യും, അതായത് ഡിഫറൻസ് കാണും. സെറ്റ് ഡിഫറൻസ് എന്നുണ്ട്. സെറ്റ് ഡിഫറൻസ് മീൻസ് അതിലുള്ള കോമൺ ഉള്ള എലമെന്റ്സ് എലിമിനേറ്റ് ആവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ് മാത്രമേ ഉണ്ടാവും. അതാണ് സെറ്റ് ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം 0, 1, 2, 3 നമ്മൾ ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സെറ്റും മൈനസ് ഈ ഒരു ഇൻപുട്ട് ലിസ്റ്റ് ഉണ്ടല്ലോ അതിനെയും സെറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ എഴുതും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 3, 0, 1 ഈ 3 എലമെന്റ്സും കൂടെ ഇൻക്ലൂഡ് ആയി. എന്നിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്തു അല്ലേ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ നമുക്ക് ആ റിമൈനിങ് ആയിട്ട് കിട്ടുന്നത് ആ മിസ്സിംഗ് നമ്പർ മാത്രമായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3യും 3യും എലിമിനേറ്റ് ആവും പോവും, പിന്നെ ഈ 0യും പോവും, ഈ 1ഉം പോവും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമുക്ക് ഔട്ട്പുട്ടായിട്ട് 2 തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് മെത്തേഡ്. വളരെ ഈസി അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചു, എന്നിട്ട് ആ ലെങ്ത് വെച്ചിട്ട് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ സെറ്റ് മൈനസ് നമുക്ക് തന്നേക്കുന്ന ഇൻപുട്ടിനെ സെറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കും. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മിസ്സിംഗ് നമ്പർ ആയിരിക്കും. ക്ലിയർ അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ഓഫ് n തന്നെയാണ്. നമ്മളിവിടെ നെസ്റ്റഡ് ലൂപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ ടൈം കോംപ്ലക്സിറ്റി എന്ന് ഓർഡർ ഓഫ് n തന്നെയാണ്. എക്സ്ട്രാ സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഈ ന്യൂ സെറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലേ. അതുകൊണ്ട് ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് n ആണ്. ഓക്കെ, ആദ്യം നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഞാൻ ലെങ്ത് ഓഫ് നംസ് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫുൾ സെറ്റ്, അതായത് ഇൻക്ലൂഡിങ് നമ്പേഴ്സ് ഫ്രം 0 to n ടിൽ n വരെ, മീൻസ് n കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ആ രീതിയിൽ നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെ സെറ്റ് ഓഫ് റേഞ്ച് ഓഫ് നമുക്ക് n+1 കൊടുക്കണം. വൈ? ബിക്കോസ് നമുക്ക് 0 to n വരെയുള്ള നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് n+1 കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ടായിട്ട് ഒരു നംസിന്റെ ലിസ്റ്റ് ആണ് തന്നേക്കണം അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്താക്കണം, സെറ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് നംസ് എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് ആണ് നമ്മുടെ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മിസ്സിംഗ് നമ്പർ ഈക്വൽ ടു എന്നാ കൊടുക്കാം, ഫുൾ സെറ്റ് മൈനസ്
നം സെറ്റ് അല്ലേ. ഇവിടെ വന്നിട്ട് നമ്മൾ നം സെറ്റ് എഴുതി. പക്ഷേ നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഇൻറ്റിജർ ടൈപ്പ് ഒരു സിംഗിൾ ഡേറ്റ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കുക. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഡോട്ട് പോപ്പ് എന്ന് കൊടുത്തിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എലമെൻ്റ് സിംഗിൾ എലമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഇനി അതിനെ റിട്ടേൺ ചെയ്യിക്കാം കേട്ടോ. റിട്ടേൺ മിസ്സിംഗ് നമ്പർ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സബ്മിറ്റ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമുക്ക് കിട്ടി. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഇത്രയും എഴുതണം എന്നില്ല, ഒരൊറ്റ ലൈൻ ഓഫ് കോഡിൽ തന്നെ നമുക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും. അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ആസ് എ ബിഗിനർ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 1 by 1 ലൈൻസ് നമ്പർ ഓഫ് ലൈൻസ് കൂട്ടിയിട്ട് എഴുതിയത്. ഇനി നിങ്ങൾ എക്സ്പെർട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒരൊറ്റ ലൈൻ ഓഫ് കോഡ്സിൽ നമുക്ക് എഴുതാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. റിട്ടേൺ നമുക്ക് ഇവിടെ നിന്നൊക്കെ കോപ്പി ചെയ്യാം കേട്ടോ. Ctrl+C Ctrl+V മൈനസ് ഇത് സോറി Ctrl+C Ctrl+V. ഇവിടെ നമ്മൾ ഇത് ഫുൾ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോട്ട് പോപ്പ് കൂടെ കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. സോ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സം മെത്തേഡാണ്. സം മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ലിസ്റ്റിന്റെ സം കണ്ടുപിടിക്കും. അപ്പോൾ അതായത് ഈ ഒരു ലിസ്റ്റിന്റെ സം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 4 ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ സം ഓഫ് 0 മുതൽ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 3 അല്ലേ, 0 മുതൽ 3 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെയും സം കൂടെ കാണും. 0 1 2 3 ഈ 4 നമ്പറിന്റെ സം കാണും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആക്ച്വലായിട്ട് ഉള്ള ലിസ്റ്റിലെ സം എന്ന് പറഞ്ഞാൽ 4ഉം നമ്മൾ ആ റേഞ്ച് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സം 6 ആണ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ രണ്ടിൻ്റെ ഡിഫറൻസ് കാണും. അതായത് നമ്മൾ പുതുതായിട്ട് റേഞ്ചിൽ കണ്ടുപിടിച്ച സം മൈനസ് നമ്മുടെ ആക്ച്വൽ ലിസ്റ്റിലെ സം നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 2 അല്ലേ. അതാണ് നമ്മുടെ മിസ്സിംഗ് നമ്പർ. അതാണ് അതിൻ്റെ ലോജിക്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് തന്നേക്കണ ഇൻപുട്ട് ലിസ്റ്റിന്റെ സം കണ്ടുപിടിക്കും. പിന്നീട് അടുത്ത് നമ്മൾ 0 മുതൽ ആ n, ഇവിടെ n എന്ന് പറയുന്നത് 3 ആണല്ലോ, ഇതാണ് n, അതുവരെയുള്ള നമ്പേഴ്സിന്റെ സമ്മും കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ആ ഡിഫറൻസ് കണ്ടുപിടിക്കും. ആ ഡിഫറൻസ് എന്തായിരിക്കും, ആ മിസ്സിംഗ് നമ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോജിക്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ പഠിച്ച മെത്തേഡിനെ അപേക്ഷിച്ച് ഇവിടെ നമ്മൾ എക്സ്ട്രാ മെമ്മറി ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡർ ഓഫ് 1 ആണ്. കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയില്ലേ, ഓർഡർ ഓഫ് 1 ആണ്. പിന്നെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ആക്കാൻ നോക്കാം. ഞാനപ്പോൾ ഇതിനെ ഒന്ന് കമൻ്റ് ആക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ മെത്തേഡ് 1 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സം എത്രയാണ്, അതായത് എക്സ്പെക്ട് ചെയ്യുന്ന സം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന സം, മീൻസ് നമ്മളൊരു റേഞ്ച് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സം, ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം അത് കാണാണ്. എക്സ്പെക്റ്റഡ്, ഞാൻ പിന്നെ കുറച്ച് വലിയ പേരൊക്കെയാണ് കൊടുക്കുന്നത്, ബിക്കോസ് നമുക്ക് ആ ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവണം. നമ്മുടെ ഒരു പ്രോഗ്രാമേഴ്സിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ എഴുതുന്ന ഓരോ വേരിയബിൾസിൻ്റെ നെയിമും കണ്ടാൽ തന്നെ നമുക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നെയിമിങ്ങൊക്കെ അങ്ങനെ അതിനനുസരിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് സം എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് നമുക്ക് വേണ്ടത് റേഞ്ച് ഓഫ് 0 മുതൽ n+1 വരെ അല്ലേ. അപ്പോൾ ഞാനിവിടെ ലെങ്ത് ഓഫ് നംസ് +1 വരെ കൊടുക്കാം. n എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് വേരിയബിൾ ഒന്നും യൂസ് ചെയ്തില്ല, ജസ്റ്റ് ഞാൻ ലെങ്ത് ഓഫ് നംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് +1 കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് സം എന്ന് വെച്ചാൽ 0 മുതൽ n വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മിലുണ്ടാവും. ഇനി നമ്മുടെ ആക്ച്വൽ സം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻപുട്ട് അറേ അല്ലേ, അതിൻ്റെ സമ്മാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട, ഈസി ആയിട്ട് നമുക്ക് സം ഓഫ് നംസ് ഒന്ന് കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മിസ്സിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് സിംപ്ലി അങ്ങനെ കൊടുക്കാം. റിട്ടേൺ എങ്ങനെ കൊടുക്കാം, എക്സ്പെക്റ്റഡ് സം മൈനസ് ആക്ച്വൽ സം അല്ലേ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിസ്സിംഗ് നമ്പർ കിട്ടും. ക്ലിയർ അല്ലേ. ഇനി ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ.
അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യമാണ്, ഇതിനെ ഇതുപോലെ ഓൺലൈൻ ഓഫ് കോഡ് ആക്കാം. അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, ഇതൊന്നും എടുക്കുന്നില്ല. സിംപ്ലി നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. മൈനസ് ഇത് രണ്ടിനെയും കൂടെ കമന്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു മെത്തേഡ് കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സോർ മെത്തേഡ്. എക്സോർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, എക്സോർ എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയും. ഓക്കെ, എക്സ്ക്ലൂസീവ് ഓർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊരു ബിറ്റ് ഓപ്പറേഷൻ, അതായത് മീൻസ് ബൈനറി ഡിജിറ്റ്സിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ 2 നമ്പേഴ്സിന് എക്സോർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് 3 എക്സോറിൻ്റെ സിമ്പൽ ഇതാണ്. ഓക്കെ, 1 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ നടക്കുന്നത് വെച്ചാൽ 3ൻ്റെ ബൈനറി ഫോമാറ്റ് എഴുതും. ബൈനറി ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ 3ന് വരുമ്പോൾ 3011 എന്ന് വരും. അതുപോലെ 1ൻ്റെ ആണെങ്കിൽ 0011 വരും. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ഓർ അല്ലെങ്കിൽ എക്സോർ ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ബിറ്റ്സ് സെയിം ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അതുപോലെ 2 ബിറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് 2 ബിറ്റ്സ് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, 2 ബിറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. അതാണ് അതിൻ്റെ ഒരു ലോജിക്. ഈ 2-3 പ്രോപ്പർട്ടീസ് കൂടെ പറഞ്ഞു. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്പറിനെ എടുത്ത് എക്സോർ, അത് വെച്ച് എക്സോർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലെ, എല്ലാ ഡിജിറ്റും സെയിം അല്ലേ. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അതുപോലെ ഒരു നമ്പറിനെ ഞാൻ 0 ആയിട്ട് എക്സോർ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ആ നമ്പർ ഇറ്റ് സെൽഫ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ട്? ഇതൊക്കെ എക്സോറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എക്സോർ വർക്ക് ആവുന്നത്. ഡിഫറെൻറ്റ് ബിറ്റ്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 വരത്തുള്ളൂ, സെയിം ബിറ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. പിന്നെ ഒരു നമ്പറിനെ അതിനോട് തന്നെ എക്സോർ ചെയ്യണമെങ്കിൽ 0 ആണ് ഔട്ട്പുട്ട്, 0യുമായിട്ട് ആ നമ്പറിനെ എക്സോർ ചെയ്യണമെങ്കിൽ ആ നമ്പർ തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഈ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ആ സം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ല, അതിന് പകരം നമ്മൾ എക്സോർ ചെയ്യുന്നു. അതേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മെത്തേഡിനെ എക്സോർ വെച്ച് സോൾവ് ആക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ലോജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഇതിൻ്റെ എക്സോർ കാണും. മീൻസ് ഈ ഒരു ഇൻപുട്ടിൻ്റെ എക്സോർ കാണും. അതുപോലെ നമ്മുടെ 0 to 3 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ എക്സോർ കാണും. അതായത് 0 1 2 3 മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെയും എക്സോർ കാണും. പിന്നീട് ഈ നമ്മുടെ റിയൽ ഇൻപുട്ട് ഉണ്ടല്ലോ 301, ഇതിൻ്റെയും എക്സോർ കാണും. ഓക്കെ, എന്നിട്ട് രണ്ടിൻ്റെയും കൂടെ കോമൺ ആയിട്ട് ഒരു എക്സോർ കാണും. അപ്പോഴത്തേക്കും നമുക്ക് ആ മിസ്സിംഗ് നമ്പർ കിട്ടും. അതിൻ്റെ ലോജിക് ഇതാണ്, സെയിം ആണെങ്കിൽ അത് 0 ആയി ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഈ 3യും 3യും ക്യാൻസൽ ആയി പോകും. ഈ കേസ് നോക്കിയാൽ ഈ 3യും 3യും ക്യാൻസൽ ആയി പോകും. ഈ 0 ഓൾറെഡി ക്യാൻസൽ ആണ്, ഈ 1ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ മിസ്സിംഗ് ആയിട്ട് നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്. ജസ്റ്റ് നമ്മൾ സമ്മിന് പകരം എക്സോർ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ എക്സോർ യൂസ് ചെയ്യുന്നത്? ഈ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഡിഫറെൻറ്റ് നമ്പർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 വരത്തുള്ളൂ. ഓക്കെ, ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്ട്രാ സ്പേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. പിന്നെ ടൈം കോംപ്ലക്സിറ്റി നമ്മുടെ ഓർഡർ ഓഫ് n തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കോഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇതിനെ ഒന്ന് കമൻ്റ് ആക്കി വെക്കാം. സോ നമ്മുടെ മെത്തേഡ് 3 ആണല്ലേ. മെത്തേഡ് 3യിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ആരേനെ ട്രാവേഴ്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഉള്ള ബിറ്റ്സിൻ്റെ ഒക്കെ സം കാണണം. മീൻസ് ഇങ്ങനെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള ഇൻപുട്ട് അറേ ഉണ്ടല്ലോ, അതിലുള്ള എല്ലാ എലമെൻസിൻ്റെ എക്സോർ കാണാം. അതായത് 3 XOR
0 XOR 1. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ചെയ്യുന്നത് ഇതാണ് 3 XOR 0 XOR 1. അപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ നെക്സ്റ്റ് ഇതിലുള്ള എല്ലാ നമ്പേഴ്സിനെയും XOR ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന രണ്ട് ഔട്ട്പുട്ട്സിനെയും എഗെയിൻ XOR ചെയ്യും. അങ്ങനെയാണ് നമുക്ക് 2 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്. പിന്നെ ലോജിക്കലി അതിങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത്. അതായത് നമുക്കിവിടെ സെയിം ആകുമ്പോൾ എന്തായാലും അത് പോകുമല്ലോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നോട്ട് ചെയ്തത്. സോ ഫസ്റ്റ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു XOR സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. ഞാൻ XOR റിസൾട്ട് ഇനിഷ്യലി 0 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അതുപോലെ നമ്മുടെ അറേയുടെ ലെങ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ കോഡിൽ തന്നെ എഴുതി പോവാം അല്ലേ. സോ ഇവിടെ ഞാനിങ്ങനെ കൊടുക്കുകയാണ് ആദ്യം for I in range of n+1. ഓക്കെ, എന്ന് വെച്ചാൽ 0 മുതൽ ഇവിടെ നമ്മൾ n ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ കൊടുക്കാം, ലെങ്ത് ഓഫ് nums+1 എന്ന് കൊടുക്കാം. ഓക്കെ, എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അറേയുടെ ലെങ്ത് +1 വരെ. എന്നിട്ട് എനിക്ക് എന്താ വേണ്ട, XOR അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ XOR റിസൾട്ട് അതിൻ്റെ കൂടെ ഞാൻ XOR ചെയ്യാണ്. ഇതാണ് XORൻ്റെ സിമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് I ഇങ്ങനെ കൊടുത്താൽ XOR റിസൾട്ട് ഈക്വൽ ടു XOR റിസൾട്ട് XOR I അങ്ങനെ വരും. ഓക്കെ, അത് അപ്പോൾ നമ്മുടെ റേഞ്ച് അതായത് ഇത് വന്നു, അതായത് നമ്മൾ ഈ ഒരു സെറ്റ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് ആ കിട്ടിയ ആൻസറിനെ ഈ നമ്മുടെ റിയൽ അറേൻ്റെ XORുമായിട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എഗെയിൻ നമുക്ക് ഒന്നും കൂടെ ഒരു ഫോർ ലൂപ്പ് എഴുതണം. for num in nums ഇവിടെ ഞാൻ കൊടുക്കാൻ മറന്നല്ലോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ XOR റിസൾട്ട് അഗെയിൻ നമ്മുടെ ഈക്വൽ ടു നം അല്ലേ, മനസ്സിലാകുന്നുണ്ടോ, അത് കൊടുത്തു. അപ്പോൾ നമ്മുടെ XOR ഇപ്പം അവിടെ ഉണ്ടാവും, നമ്മുടെ XOR റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാവും. ഇനി സിംപ്ലി അതിനങ്ങ് പ്രിന്റ് ചെയ്യിച്ചാൽ പോരെ, മീൻസ് ഇവിടെ റിട്ടേൺ ചെയ്താൽ മതി. അപ്പോൾ റിട്ടേൺ XOR റിസൾട്ട് എന്ന് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് തോന്നും, രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് n² ആണോ എന്ന് ഡൗട്ട് തോന്നും അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് അല്ലല്ലോ, മീൻസ് അങ്ങനെ വരുന്ന കേസിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് ഫോർ ലൂപ്പ് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n പ്ലസ് ഓർഡർ ഓഫ് n അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അത് മീൻസ് ഓർഡർ ഓഫ് 2n ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു വെച്ചാൽ അതൊരു വലിയ ലാർജ് ഇൻപുട്ട് എടുക്കുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തോന്നാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ഓഫ് 10നെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുന്നത് ഓർഡർ ഓഫ് n എന്ന് പറയും. ഓക്കെ, ഓർഡർ ഓഫ് 2n എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഓർഡർ ഓഫ് n എന്ന് തന്നെ പറയും. അതുകൊണ്ട് അവിടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n തന്നെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ എത്ര ഫോർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും നമ്മളതിനെ ഓർഡർ ഓഫ് n ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ടൈമിനെ അവോയ്ഡ് ചെയ്യുക ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് ഓർഡർ ഓഫ് n ആണ്. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 തന്നെയാണ്. അതായത് നമ്മൾ എക്സ്ട്രാ അറേയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ 3 മെത്തേഡ് പഠിച്ചു. ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു, യൂസിങ് സെറ്റ് വെച്ചിട്ട്. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n ആണ്. അപ്പോൾ അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമ്മൾ നോക്കിയപ്പോഴാണ് സം മെത്തേഡ് വെച്ച് ചെയ്തത്. അവിടെ വന്നപ്പോൾ ഓർഡർ ഓഫ് n ടൈം കോംപ്ലക്സിറ്റി ആൻഡ് ഓർഡർ ഓഫ് 1 സ്പേസ് കോംപ്ലക്സിറ്റി ആണ്. പിന്നെ അടുത്ത തേർഡ് പഠിച്ചത് XOR വെച്ചിട്ടാണ്, അത് ബിറ്റ് ഓപ്പറേഷൻ ആണ്. അവിടെ വന്നിട്ട് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 തന്നെയാണ്, ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n തന്നെയാണ്. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കൂ, ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ബൈ.